യുദ്ധത്തിനിടയിലും ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ നിർമ്മിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിച്ച റഷ്യയും യുക്രൈനും 2016 ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയ 2 നാവിക കപ്പലുകളിൽ ഒന്നായ ഫ്രിഗേറ്റ് INS തുഷീൽ നിർമ്മിക്കുവാനാണ് റഷ്യയും യുക്രൈനും കൈകോർത്തത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ എത്തിയപ്പോൾ കപ്പൽ ഇന്ത്യക്ക് കൈമാറി. കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ, ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് യുക്രൈനിലാണ്. യുക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം വ്യക്തമാക്കുന്നു. റഷ്യയിൽ നിന്നുള്ള 2 കപ്പലുകൾക്ക് പുറമെ സമാനമായ 2 കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യത. ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിനു മുൻപ് ഇന്ത്യ ഇത് യുക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു. 2018 ഇന്ത്യയും റഷ്യയും $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചതോടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ ഇന്ത്യ കരസ്ഥമാക്കിയിരുന്നു. ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് രാജ്നാഥ് സിംഗിന്റെ യാത്ര. അതിനിടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആദ്യം മേക്ക് ഇൻ ഇന്ത്യ നയങ്ങളെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത്. 15ാമത് VTB റഷ്യ കോളിംഗ് നിക്ഷേപക വേദിയിലായിരുന്നു പുടിൻ പ്രശംസിച്ചത്. വളർച്ചയ്ക്ക് സുസ്ഥിരമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഉപഭോക്തൃ സാമഗ്രികൾ, IT, ഹൈടെക്, കൃഷി തുടങ്ങിയ മേഖലകളിലെ പ്രാദേശിക റഷ്യൻ ഉൽപ്പാദകരുടെ വിജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു പുടിന്റെ പ്രസംഗം. വിപണിയിൽ നിന്ന് പുറത്തുപോയ പാശ്ചാത്യ ബ്രാൻഡുകൾക്ക് പകരമായി പുതിയ റഷ്യൻ ബ്രാൻഡുകൾ ഉയർന്നു വന്നതും പുടിൻ പ്രസംഗത്തിൽ പറഞ്ഞു.